അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ കറീൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചിക്കയുടെ മസാല ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസാല പറയുന്നത് സാധാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ എന്താ പറയുക നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ എല്ല് കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എന്താ പറയുക കുമ്പളങ്ങ കൂടി ഇട്ട് വെക്കാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് ഇൻഗ്രീഡിയൻസ് സബോള, തക്കാളി, എന്താ പറയുക തേങ്ങ അരച്ച് നമ്മളിന്ന് വെക്കേണ്ടത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനമൊക്കെ എടുത്ത് വെക്കുക. നമ്മൾ നമ്മുടെ കുക്കറിലാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചിക്കൻ കറി ഇട്ടുണ്ടായിരുന്നു. അത് കുമ്പളങ്ങ ഇട്ട് തേങ്ങ അരയ്ക്കാണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കുമ്പളങ്ങ കറി ഇട്ട് വെക്കുന്നത്. ചിക്കൻ വറുത്തരച്ച് തേങ്ങ വെച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ വെച്ച് കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സബോള ഒന്ന് വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ നല്ലപോലെ അതിന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ലപോലെ അതിന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കുമ്പളങ്ങ ഇവിടെ കണ്ടില്ലേ, ഞാൻ ഇവിടെ അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കുക്കറിൽ മറ്റേ സബോളയും തക്കാളി ഇഞ്ചിയൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ അന്ന് ചിക്കൻ വാങ്ങിയതിന് നമ്മൾ ഇത്തിരി മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഫ്രീസറിൽ വെച്ചതൊക്കെയായിരുന്നു, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്നു. നമുക്ക് അതിന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവിനനുസരിച്ച് മാത്രം ഒരു കുരുമുളക് ചേർത്താൽ മതി, ഒരുപാട് എരിവ് വേണ്ട. പിന്നെ നമ്മൾ അതിലേക്ക് ഇത്തിരി ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്തിരി വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചിക്കൻ വേവാനുള്ള വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ആ കറിക്കുള്ള ഉപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇത്തിരി ഇട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കറിയുടെ ആവശ്യത്തിന് മാത്രമായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. മൂടി തുറന്നപ്പോൾ നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല തിള വന്നിട്ടുണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ നല്ല കൊതി വരുന്നുണ്ട് കേട്ടോ. കാരണം ഇത് കണ്ടിട്ട് നമ്മൾ തേങ്ങ വേണം നമുക്കിനി. തേങ്ങ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിരവ എടുത്തിട്ടുണ്ട്. ഒരു ചീഞ്ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ ചിരവി വെച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ കറി കുക്കറിലല്ലേ വെച്ച്, അപ്പോൾ നമ്മൾ വിസിലിട്ടിട്ടില്ല. നമ്മൾ സാധാ പോലെ വെറുതെ വേവിച്ചെടുക്കുക ചെയ്തത്. അണ്ട് കുക്കറിൽ വിസിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ. സാധാ പോലെ കുക്കറിൽ വെറുതെ വെച്ച് തിളപ്പിച്ചെടുക്കുക ചെയ്ത്. നമ്മുടെ ഇവിടെ എന്താ പറയുക തേങ്ങ ഇവിടെ അരഞ്ഞ് പോലെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇവിടെ ചിക്കനൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമ്മൾ തേങ്ങ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചെടുത്ത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ ബൈ.